സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മാദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. നമസ്കാരം. എല്ലാവർക്കും സുദർശനം അസ്ട്രോളജിയുടെ ഒരു വർഷഫലത്തിലേക്ക് സ്വാഗതം. വർഷഫലം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 2024 പറഞ്ഞിട്ട് നമ്മൾ വർഷഫലങ്ങളൊന്നും പറയാൻ കഴിഞ്ഞില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട്, മറ്റു ചില വീഡിയോകൾ തീർക്കാനുള്ളത് കൊണ്ടും അത് എടുക്കാനും കഴിയാതിരുന്നതാണ്. എന്തായാലും നമുക്ക് പറയാതെ പോകുന്നത് ഒരു ശരിയല്ലല്ലോ. അതുകൊണ്ട് 2024 അതായത് 24 ജനുവരി മാസം 1-ാം തീയതി രാവിലെ ഉള്ള ഒരു ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫലങ്ങളെ പറയുമ്പോൾ, ഈ ഫലങ്ങൾ കേൾക്കുമ്പോഴേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം ഞാൻ നേരത്തെ ചില ഫലങ്ങൾ കണ്ടകശനി, ഏഴരശനി, അഷ്ടമി വ്യാഴം, 12 വ്യാഴം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഫലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ആ ഫലങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ പറയുന്നത് ഇങ്ങനെ ഒരു നല്ല ഫലം, നേരത്തെ ദോഷം പറഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ ഒരു നല്ല ഫലം എങ്ങനെ വന്നു എന്നുള്ള ചോദ്യങ്ങൾക്കൂടെ അവകാശമില്ല. കാരണം ഇത് നല്ല വേനൽ സമയത്തൊരു മഴ കിട്ടുന്നത് പോലെയാണ് എന്ന് പറയുന്നത് പോലെ ആ ഒരു സമയത്ത് നമുക്ക് ചില ദോഷവിരക്കണ സമയത്തായാലും ചില നല്ല സമയങ്ങൾ നമുക്ക് കടന്നുകൂടും. 24 ജനുവരി മാസം 1-ാം തീയതി രാവിലെ പുലർച്ചയ്ക്കുള്ള ലഗ്നമെന്ന് പറയുന്നത് ധനുലഗ്നമാണ്. ആ ധനുലഗ്നത്തിൽ വന്നിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത് ചൊവ്വയും സൂര്യനും കൂടിയാണ് അവിടെ നിൽക്കുന്നത്. 3-ൽ ശനി, 4-ൽ രാഹു, 5-ൽ വ്യാഴം, 9-ൽ ചന്ദ്രൻ, 10-ൽ കേതു, 12-ൽ ശുക്രനും ബുധനും. ഇതായിരുന്നു നമ്മുടെ ഗ്രഹസ്ഥിതികളാണ് ആ സമയത്തുള്ള. ആ ഗ്രഹസ്ഥിതികൾ നമുക്ക് ഓരോ 27 നക്ഷത്രക്കാർക്കും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് ഒരു വിലയിരുത്തൽ നടത്തുകയാണ്. അപ്പോൾ ആ വർഷം അവർക്ക് ഈ വർഷം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് അതിനെപ്പറ്റി നോക്കാം. അശ്വതി, ഭരണി, മകയിരം, മകം, മൂലം, പൂരം, പൂരാട ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊതുവിലുണ്ടാകുന്ന പൊതുവെ നമുക്കൊരു നല്ല അനുഭവങ്ങളായിട്ട് വരേണ്ട ഒരു കാലമാണ്. നമുക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല ചില ഉദ്ദേശ കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പാക്കി കിട്ടാൻ, ചില കാലതാമസം വന്നിരുന്ന ചില വിഷയങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാക്കി കിട്ടാനുള്ള ചില സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, അതെങ്കിലും ഗൃഹാരംഭമാകട്ടെ, അല്ലെങ്കിൽ ജോലിയെ സംബന്ധിച്ചാകട്ടെ, ഒരു ബിസിനസ് തുടങ്ങണമെന്നിരിക്കുന്നതാകട്ടെ, അവർക്കൊക്കെ ഈ അവസരത്തിലൊന്ന് മുന്നോട്ടൊന്ന് കുതിക്കുന്നതിന് നല്ലതാണ്. വിശേഷിച്ചും ഏപ്രിൽ മാസം വ്യാഴം അനുകൂലമായി വരുന്ന ഏപ്രിൽ മാസം കൂടി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതും നല്ലതായിട്ട് വരും. വ്യാഴം പൂരാട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വ്യാഴം 5-ാമത്തെ രാശിയിലാണ്, മൂലവും പൂരാടവും നിൽക്കുന്ന 5-ാമത്തെ രാശിയിൽ 6-ലേക്ക് വന്നാലും അവർക്ക് വലിയ ദോഷമൊന്നും അതുകൊണ്ട് വരാനുള്ള സാധ്യതകൾ ഇല്ലെന്ന് വേണം കരുതാൻ. അതേസമയത്ത് അശ്വതി നക്ഷത്രത്തിനും നമുക്ക് ഭരണി നക്ഷത്രത്തിനുമൊക്കെ ഈ പറയുന്നതായ നക്ഷത്രത്തിൽ നിന്ന് വ്യാഴം മാറുന്നതുകൊണ്ടും ജന്മവ്യാഴം മാറുന്നതുകൊണ്ടും നമുക്ക് ഏപ്രിലിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഏപ്രിലിന് ശേഷം വ്യാഴം 2-ലേക്ക് വരും. ഇതൊക്കെ വരുമ്പോൾ നമുക്കെല്ലാം സാധിക്കാമെന്ന് വിചാരിച്ചു കളയല്ലേ. ആ വ്യാഴൻ്റെ മാറ്റം കൊണ്ട് ക്രമേണ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മറ്റുള്ള ഗ്രഹസ്ഥിതികളിലൂടെ പരിശോധിക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാധിപന്മാരായിരിക്കുന്ന ഗ്രഹങ്ങളുടെ പൊസിഷനൊക്കെ വളരെ കുറച്ചുകൂടെ നന്നായിരിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു ഗ്രഹഭാഗ്യമോ ആരോഗ്യകരമായിരിക്കുന്ന, വിശേഷിച്ചും ഏതെങ്കിലും രോഗാവസ്ഥയിലിരിക്കുന്നവർക്കും ആരോഗ്യകരമായ ചില വിഷമങ്ങൾ അനുഭവിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടെ ഒരു മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളാണ്. ചില ചികിത്സകളെല്ലാം ഫലിക്കുന്നതിനും ചിലർക്ക് ശസ്ത്രക്രിയ മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നടന്ന് ശുഭകരമായിട്ട് പര്യവസാനിക്കാനുള്ള സാധ്യതയും അതിനകത്തുണ്ട്. ചില കിട്ടാതെ കിടന്ന കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില കിട്ടാനുള്ള സാധ്യതകളൊക്കെ നമുക്കതുണ്ട്. പിന്നെ കടം കഴിയുന്നത് നമുക്ക് കൊടുക്കാതിരിക്കാൻ ഈ വർഷം നമുക്ക് കഴിയുന്ന, ആർക്കും എന്തു വന്നിരുന്നാലും കടം കൊടുക്കാതിരിക്കാൻ കഴിയുന്നത്ര ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടൊരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വിവാഹം മുതലായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, വിവാഹം 2024 ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകത്തിൻ്റെ സ്ഥിതി കൂടെ പരിഗണിച്ചുകൊണ്ടാൽ ആ നക്ഷത്രം മിക്കവാറും അത് നടക്കേണ്ട സാധ്യതകൾ 2024 കൂടുതലായിട്ട് കാണപ്പെടുന്നു. 24ൻ്റെ പകുതിക്ക് ശേഷം ചിലവർക്ക് ചില അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർ അതിൻ്റെ 2-3 മാസക്കാലം, അതായത് ഏപ്രിലിന് ശേഷം ഒരു ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യത കൂടി ആ സമയത്ത് വന്നേക്കും. എന്തായാലും പൊതുവേ നമുക്ക് നല്ലൊരു ഫലമാണ് നമുക്ക് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. വർഷാന്ത്യം വരുമ്പോഴത്തേക്ക് ചില കഷ്ടനഷ്ടങ്ങൾ കൂടാനുള്ള സാധ്യത അവിടെ ഉണ്ട്.
അവിടെ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിലോ മറ്റോ ഇടുന്ന ധനങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടാനോ മറ്റൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ അത് കാലേ കൂട്ടി കണക്കെടുത്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ അവിടെ ചില നഷ്ടങ്ങൾ നമുക്ക് അവിടെ വരേണ്ട സാധ്യത ആ സമയത്ത് ഉണ്ടായിരിക്കും. മറ്റു ഞാൻ പറഞ്ഞ ആരോഗ്യപരമായ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ചില വർഷാന്ത്യത്തിൽ ചില കുടുംബജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുവരെ കുഴപ്പങ്ങളില്ലാതെ പോകാനുള്ള യോഗവും നമുക്കുണ്ട്. വിശേഷിച്ചും കുടുംബ കോടതിയിലുള്ള കേസും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഈ മകം പൂരം നക്ഷത്രക്കാർ കണ്ടകശനിയൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവർക്കൊരു തീർപ്പുണ്ടാകാതെ പോകുന്നതിനാണ് കൂടുതൽ സാധ്യതകൾ നിലവിലുള്ളത്. എന്നാലും മറ്റ് ബാഹ്യമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളിലും മറ്റുമൊക്കെ അവർക്ക് സന്തോഷകരമായ ഫലങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ബിസിനസ്സിലും വിദേശ യാത്രാദി കാര്യങ്ങളിലൊക്കെ ചിലർ വിദേശത്ത് നിന്ന് പോയിട്ട് ഒന്നുകൂടി വിദേശത്ത് പോകാനുള്ള സാധ്യതയും ഈ പറയുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ പോയാൽ മാത്രമേ അത് വിജയപ്രദമാക്കി വരാനുള്ള സാധ്യതകളുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമ്മളെന്താ വേണ്ടത്? ആ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ ജാതകവുമായിട്ട് അതിൻ്റെ ഫലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്കിതിനെ വിലയിരുത്തിക്കൊണ്ട് പോകാമെന്നുള്ളതൊന്ന് പരിശോധിക്കുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും ജാതകം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ജനിച്ച സമയവും സ്ഥലവും കാര്യങ്ങളൊക്കെ വെച്ച് നക്ഷത്രനാളും വെച്ചുകൊണ്ട് നമുക്ക് ഇതൊരു ദശാകാലമാണ് നമുക്ക് നടക്കുന്നതെന്നും ആ ദശാകാലത്ത് എന്നതാണ് നമുക്ക് അനുഭവങ്ങളെന്നും നമുക്ക് എന്ത് ചെയ്താൽ വിജയിക്കുമെന്നുള്ളതും നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ അതെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ, ഇതൊക്കെ നമുക്ക് ജാതകവുമായിട്ട് പരിശോധിച്ച് വിലയിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് സൂചിപ്പിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് പൊതുവിൽ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യധികമായ ദോഷങ്ങളൊന്നും വരില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ സൂചനകൾ കാണിക്കുന്നത്. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളനുസരിച്ച് ഓരോ പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ പോകാം. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പ്രധാനമായിട്ട് വേണ്ടത് ശിവനെ സേവിച്ചുകൊള്ളുക. ശിവന് നല്ല പ്രാർത്ഥനകളൊക്കെ ചെയ്തു രോഗാവസ്ഥകളും കാര്യങ്ങളും ഉള്ളവർക്ക് ശതരുദ്രമന്ത്രം കൊണ്ടോ രുദ്രസൂക്തം കൊണ്ടോ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അർച്ചനയും വഴിപാടുകളും അഷ്ടാക്ഷരം അഭിഷേകങ്ങളും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അവർക്ക് പഞ്ചാക്ഷരം കൊണ്ട് തന്നെ നമുക്ക് ഭസ്മാഭിഷേകവും ജലധാരയൊക്കെ നമുക്ക് നടത്തുന്നതും ഈ പറയുന്ന രോഗശാന്തിക്ക് മാത്രമല്ല അവർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യതടസ്സങ്ങളുടെ വിഘ്നങ്ങളൊക്കെ മാറി വരുന്നതിന് കൂടി ഈ പറയുന്നതായ ശൈവപൂജ നല്ലതാണ്. ശിവനെ സംബന്ധിച്ച് 3 അർത്ഥപ്രദക്ഷിണം വന്ന് നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ നമുക്ക് നല്ല നല്ല ഫലങ്ങൾ കിട്ടും. അഥവാ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നമുക്ക് നിലവിളക്ക് കൊളുത്തി വെച്ച് അത് നമ്മളെ കിഴക്കും പടിഞ്ഞാറും തിരിയിട്ടോ അല്ലെങ്കിൽ 5 ദീപമോ 7 ദീപമോ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് പഞ്ചാക്ഷര മന്ത്രം 51 108 ഒരു ജപിച്ച് നിങ്ങൾക്ക് അതിൽ കൂടി നിങ്ങൾക്ക് സുർഗതി പ്രാപിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ദോഷഫലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ഇത് ജാതകത്തിൽ നടക്കുന്ന ദശാകാലങ്ങൾ ഏതാണോ ആ ദശാകാലങ്ങൾക്ക് യോജിച്ചതായിരിക്കുന്ന ദേവന്മാരെ അതാണ് ദശാനാഥന്മാരുടെ ഗ്രഹങ്ങൾക്ക് പ്രീതിപ്പെടുത്തുകയും ആ ഗ്രഹങ്ങളുടെ ദശാനാഥന്മാർ ആ ഗ്രഹങ്ങൾ ആ ദേവതകൾ ആരാണോ, ഉദാഹരണമായിട്ട് ആദ്യത്തെ ദശയാണെങ്കിൽ ശംഭോ എന്നാണ് പറയുന്നത്, ശിവനാണ് എൻ്റെ ദേവത. അതല്ല ചന്ദ്രദശാകാലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചന്ദ്രേ ദുർഗ, അപ്പോൾ ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുക, ലളിതാ സഹസ്രനാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക, അങ്ങനെ മഞ്ഞ ഉടയാട ചേർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെ തിങ്കളാഴ്ച തോറും പ്രാർത്ഥനകൾ ഇതൊക്കെ ദുർഗാ ഭഗവതിയെ സംബന്ധിച്ച് ചെയ്യണം. അഥവാ ചൊവ്വാദശാകാലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജാതകവുമായിട്ട് നോക്കിച്ചിട്ട് വേണം ഇത് ചെയ്യാനുള്ളത്. പിന്നെ ചൊവ്വാദശയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ വജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ പ്രീതിയും അല്ലെങ്കിൽ ഉത്മരാശിയിലാണെങ്കിൽ ഭദ്രകാളി പ്രീതിയും നിങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ബുധ ദശാകാലമാണ് നമുക്ക് നടക്കുന്നതെങ്കിൽ നമുക്ക് ബുധൻ്റെ ദശാകാലം ശ്രീരാമാദ്യ അവതാര വിഷ്ണു രഥരക്ഷേത്ര ചന്ദ്രാത്മജ എന്നുള്ളതുകൊണ്ട് നമുക്ക് ബുധന് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം മുതലായിരിക്കുന്ന അല്ലെങ്കിൽ മഹാവിഷ്ണു ഈ ദേവതകളൊക്കെ ഭജിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. വ്യാഴാഴ്ച തോറും അല്ലെങ്കിൽ ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ നമുക്ക് ക്ഷേത്ര ദർശനം ചെയ്ത് വിശേഷിച്ച് നമുക്ക് വിഷ്ണുവിന് 4 പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ ശ്രീകൃഷ്ണനായാലും 4 പ്രദക്ഷിണമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ രാഹുർ ദശയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർപ്പപ്രീതം അവശ്യമേവ കരണീയം എന്നുള്ളത് കൊണ്ട് സർപ്പങ്ങൾക്കുള്ള വഴിപാടും പ്രാർത്ഥനകളൊക്കെ ചെയ്യാം. അതേ വ്യാഴദശയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുള്ള വൈഷ്ണവമായ പൂജാവിധികളും ആരാധനകളും തുടർന്നു കൊള്ളുക. ഭാഗവതാദി ഇതിഹാസ പുരാണങ്ങളും ഒക്കെ നമ്മൾ വായിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിച്ച് കേൾക്കുകയും കൊണ്ടാട് ഓർക്കുമത് കേൾക്കുന്നവർക്ക് മുടൻ ഉണ്ടായി വരുങ്കരി പരീക്ഷിത്തിനെന്ന വിധം പണ്ടേ മഹാമുനി ചമച്ചു പുരാണമത് കൊണ്ടെന്നതോർക്ക് ഹരി നാരായണായ നമ. നിങ്ങളെ കൊണ്ട് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരാളെ കൊണ്ട് വായിപ്പിച്ചത് കേട്ട് അതിൽ കൂടി പങ്കെടുത്ത്
അന്നത്തെ ദിവസം സന്തോഷകരമാക്കി തീർക്കാൻ ഒക്കെ ഉള്ള ശ്രമം നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഫലങ്ങൾ. അതുപോലെ തന്നെ ശനിദശയാണെങ്കിൽ ശാസ്താവിനെ പൂജിക്കുക. ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, ഇപ്പം നാട്ടുമുടക്ക് എല്ലാവർക്കും അറിയത്ത കാര്യങ്ങളാണ്. ശനിയാഴ്ച ദിവസം നമുക്ക് വേണ്ടതുപോലെ ശാസ്താവിനെ ശനീശ്വര പൂജയും നീരാഞ്ജനവും നെയ്വിളക്കും നെയ്പ്പായസം മുതലായിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് ശാസ്താവിനെ ചെയ്യിപ്പിക്കാം. ഇങ്ങനെ നമുക്ക് ഓരോരോ ദശകളിലും നമുക്ക് എന്നതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ആ ദശാകാലം ഇന്നതാണെന്ന് കണ്ടെത്തി, ഇന്ന അപഹാരമാണെന്ന് കണ്ടെത്തുക, ഇന്ന യോഗങ്ങളുണ്ട്, ഏത് കാലത്താണ് നമ്മൾ അനുഭവിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാകുന്ന ശുഭഫലങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിക്കാൻ ഇതിടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ നക്ഷത്രഫലങ്ങളിൽ നിന്ന് തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.